എവിടെ? ഞങ്ങളുടെ വീടിനടുത്ത്. അവർ ഹൗസ്, ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അവളുടെ ഓഫീസ്. ഷീ എന്ന് പറഞ്ഞാൽ അവളും, ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ എന്നുമാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കണം. അവൾ ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ജോലിക്ക് പോകും. ഷീ ഗോസ് ടു വർക്ക് എവറി ഡേ എക്സെപ്റ്റ് സൺഡേ. എക്സെപ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ സൺഡേ ഒഴിച്ച്. ഷീ ഗോസ് ടു വർക്ക് എവറി ഡേ എക്സെപ്റ്റ് സൺഡേ. ഇനി ഹസ്ബൻഡ് എപ്പോഴാണ് ജോലിക്ക് പോകുന്നത്, ഏത് സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്നാണ് ചോദ്യം. വെൻ ഡസ് ഹി ലീവ് ഹോം? വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് ലീവ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. വെൻ ഡസ് ഹി ലീവ് ഹോം? ഹി ലീവ്സ് ഹോം അറ്റ് 9 AM. ഹി ലീവ്സ് ഹോം അറ്റ് 9 AM. 9 മണിക്കാണ്. സമയം പറയുമ്പോൾ എപ്പോഴും നമ്മൾ അറ്റ് 9 AM എന്ന് പറയണം. ഹി ലീവ്സ് ഹോം അറ്റ് 9 AM. രാവിലെ നേരത്തെ തന്നെ അദ്ദേഹം റെഡിയാവും. ഹി ഗെറ്റ്സ് റെഡി ഏർലി ഇൻ ദ മോർണിംഗ്. ഹി ഗെറ്റ്സ് റെഡി ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെ തന്നെ റെഡിയാവും. രാവിലെ കൃത്യസമയത്ത് അദ്ദേഹം ഓഫീസിലെത്തും. ഹി റീച്ചസ് ദ ഓഫീസ് ഓൺ ടൈം. ഇവിടെ ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അദ്ദേഹത്തിന് നമുക്കൊക്കെ അറിയാമല്ലോ, നമുക്ക് അറിയാവുന്ന ഒരു ഓഫീസാണല്ലോ. ഏതെങ്കിലും ഒരു ഓഫീസിലല്ലല്ലോ പോകണം, അദ്ദേഹത്തിൻ്റെ ഓഫീസിലല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹി റീച്ചസ് ദ ഓഫീസ് ഓൺ ടൈം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ദ ഒക്കെ ചേർക്കുന്നതിൽ അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ദ എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ നമ്മൾ ദി എന്നും പറയും, ദ എന്നും പറയും. അതിനുമുണ്ട് കുറച്ച് ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള നിയമങ്ങൾ. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? എങ്ങനെ ചോദിക്കും? വൈ ഡു യു ലേൺ ഇംഗ്ലീഷ്? വൈ, എന്താണ് റീസൺ, കാരണം. വൈ ഡു യു ലേൺ ഇംഗ്ലീഷ്? എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഐ ലേൺ ഇംഗ്ലീഷ് ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി. എനിക്ക് ജോലി സ്ഥലത്തും ഡെയിലി ലൈഫിലും അതെന്നെ വളരെയധികം സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് മീ അറ്റ് വർക്ക് ആൻഡ് ഇൻ ഡെയിലി ലൈഫ്. ഇപ്പം ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ നോക്കി, ഇറ്റ് ഹെൽപ്സ് മീ അറ്റ് വർക്ക് ആൻഡ് ഇൻ ഡെയിലി ലൈഫ്. ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ കുട്ടികൾ പഠിക്കുന്ന പോലെ നിങ്ങളിത് പഠിക്കാമെന്ന് ചോദിച്ചോ. ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ തലയിലായി കഴിയും. അത് നിങ്ങൾ ഓർക്കാതെ പിന്നെ നിങ്ങൾ എപ്പോഴും അറ്റ് വർക്ക് ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയും. അവിടെ അറ്റ് ആണോ ചേർക്കേണ്ടത്?